ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 51 സങ്കീർത്തനം 11 തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് ഹൃദയ തകർച്ചയോടെ കർത്താവിനോട് പറയുകയാണ്, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നതും പ്രധാനവുമായത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എല്ലാം നിർജീവമാണ്. ആത്മാവിന്റെ തീ നമ്മളെ കത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചത്തതിന് തുല്യമാണ്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹായവും അഭിഷേകവും ഈ നാളുകളിൽ നമുക്ക് കൂടിയേ തീരൂ. ഒരു വ്യക്തിയിൽ നിന്ന് ആത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയാൽ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന ദുരന്തം തൻ്റെ ജീവിതത്തിൽ കണ്ടറിഞ്ഞവനായിരുന്നു ദാവീദ്. താൻ എത്ര വലിയ വ്യക്തിയാണെങ്കിലും ആത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ആ ജീവിതം എല്ലാ തലങ്ങളിലും നാശമാണ്. ദാവീദ് ഈ കാര്യം ഗ്രഹിച്ചുകൊണ്ട് പറയാണ്, കർത്താവേ, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, രാജസ്ഥാനം, മഹിമ, ആൾബലം, ധനബലം, എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടരുതേ. നമുക്കും ഈ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കുടുംബങ്ങളായി മാറട്ടെ. നമ്മുടെ ജീവിതങ്ങൾ ആത്മസാന്നിധ്യത്തിന്റെ ജീവിതങ്ങളാകട്ടെ. നമ്മുടെ കൂട്ടായ്മകളിൽ റൂഹായുടെ തീ കത്തട്ടെ. നമ്മുടെ സമൂഹങ്ങൾ പരിശുദ്ധാത്മാവിന് യഥേഷ്ടം പ്രവർത്തിക്കാൻ കഴിയുന്ന സമൂഹങ്ങളായി മാറട്ടെ. നമ്മുടെ സഭയിൽ ആത്മാവിന്റെ അഭിഷേകം കാട്ടുതീ പോലെ പടരുവാൻ ഇടവരട്ടെ. ഈ ഒരു ആഗ്രഹത്തോടെ മനസ്സിന്റെ ഭാരങ്ങള്, ഹൃദയത്തിന്റെ വേദനകള്, നമ്മെ അലട്ടുന്ന നിരവധിയായ പ്രതിസന്ധികളെല്ലാം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തേ. നമ്മുടെ നിയോഗങ്ങളിൽ നിന്ന് സമർപ്പിച്ച് അതിന്മേലെല്ലാം ആത്മശക്തി ഇറങ്ങുവാൻ, ആത്മാവിന്റെ തീ പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ആത്മാവേ വരണമേ. ഇന്നിന്റെ അഭിഷേകമായി ഈ കാലഘട്ടത്തിന്റെ കൃപാവരങ്ങളായി ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. സഭയെ ശക്തിപ്പെടുത്തണമേ. ലോകരാജ്യങ്ങളെ നവീകരിക്കണമേ. ആത്മാവേ വരിക, വരിക. കം ഹോളി സ്പിരിറ്റ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് ആത്മാവിനെ സ്നേഹത്തോടെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ആത്മാവ് ഇറങ്ങി വരുന്ന സമയം, പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയം, എല്ലാം മറന്ന് കരങ്ങളടിച്ച് വലിയ നിറവോടെ കർത്താവിനെ പാടി ആരാധിക്കുകയാണ്. We worship Lord. Amen. Amen. Hallelujah. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. എല്ലാവരും ചേർത്ത് പാടിക്കേ. ആത്മാവേ തൂമഞ്ഞു പോലെ പതിനായിരങ്ങളിൽ വന്ന് നിറയുക. അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകണമേ. സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോ. സിഹിയോൻ ശാലയിൽ ഇറങ്ങിയ
ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണം. ആഗ്രഹത്തോടെ പറഞ്ഞേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം അഭിഷേകം നൽകണമേ. ആദിമസഭയെ അത്ഭുതകരമായി അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൻ പുതിയ അഭിഷേകം പകരുവാൻ ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. ആത്മാവേ, ദാനഫലങ്ങളുമായി നീ വരണേ. കൃപയായി വരണേ, പറന്നിറങ്ങണം. ഓ പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് വരിക, സമൂഹങ്ങളിലേക്ക് വരിക, സഭയിലേക്ക് വരിക, ലോകരാജ്യങ്ങളിലേക്ക് വരിക. പതിനായിരങ്ങൾ ഉണർത്തണമേ, ഉജ്ജ്വലിപ്പിക്കണമേ. ശിഷ്യരിൽ നീ പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ, ആത്മസ്നാനം നൽകണമേ. കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ഉച്ചത്തിൽ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, വേഗത്തോടെ വിളിച്ചു പ്രാർത്ഥിച്ച ആത്മാവേ, വരിക വരിക പരിശുദ്ധാത്മാവേ. ഹൃദയങ്ങളെ തുറക്കണമേ, ജീവിതങ്ങളെ നവീകരിക്കണമേ, കുടുംബങ്ങളെ സന്ദർശിക്കണമേ, സമൂഹങ്ങളെ വിശുദ്ധീകരിക്കണമേ. Come Holy Spirit, come Holy Spirit, fill Holy Spirit. Hallelujah, hallelujah, hallelujah. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ തിരുസഭയുടെ നാഥയായ പരിശുദ്ധമ്മ മാതാവേ, പെന്തക്കോസ്ത് അനുഭവത്തിൽ നിരന്തരം ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശൗസേ പിതാവേ, തിരുസഭയുടെ പാലക, തിരുകുടുംബത്തിന്റെ കാവൽക്കാര, പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മനിറവോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമേക്കണമേ. സകല വിശുദ്ധരെ മലാഖമാരെ പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ പൂരിതമാക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തെയും കുടുംബങ്ങളെയും നമ്മളായിരിക്കുന്ന നമ്മുടെ സമൂഹത്തെയും ആത്മാവ് സന്ദർശിക്കുന്ന സമയമാണിത്. പരിശുദ്ധാത്മാവിൻ്റെ സർവാധിപത്യത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനാപൂർവം തിരുസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, പെന്തക്കോസ്ത് അനുഭവത്തിൽ ജീവിക്കാൻ, പെന്തക്കോസ്ത് അനുഭവത്തിൽ ജീവിക്കാൻ. ഈ കാലഘട്ടം വളരെ പ്രാധാന്യമുള്ളൊരു കാലഘട്ടമാണ്. ലോക ചരിത്രവും സഭാചരിത്രവും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു കാലയളവ് വളരെ നിർണായകമായ ഒരു സമയമാണെന്ന് തിരിച്ചറിയാൻ കഴിയും. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മോട് എന്താണ് വിളിച്ചു പറയുന്നത്? മറ്റേത് നാളുകളേക്കാൾ ഉപരി നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കേണ്ട സമയമാണിത്. പെന്തക്കോസ്തയുടെ ആത്മീയതയിൽ ജീവിക്കേണ്ട നാളുകൾ. ഈ ആത്മീയത സഭ മുഴുവനിലും പ്രസരിക്കേണ്ട സമയമാണിത്. നമുക്കിന്ന് എല്ലാം കർത്താവ് തന്നിട്ടുണ്ട് സഹോദരങ്ങളെ. എന്നാൽ മറ്റെന്തിനേക്കാളും നമുക്ക് ആവശ്യമായിരിക്കുന്നത് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്, ആത്മാവിൻ്റെ ശക്തിയാണ്. അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിൻ്റെ അഭിഷേകമാണ്. ഈ ഒരു അനോയിന്റിങ്ങിന് വേണ്ടി
ഈ ഒരു അഭിഷേകത്തിൽ നിരന്തരം ജീവിക്കുവാനാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ബൈബിൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങൾ, അതുപോലെ ലേഖനങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് പറയാൻ, നിങ്ങൾ ആത്മാവിനാൽ പൂരിതരാകുവിൻ, നിങ്ങൾ ആത്മാവിൽ വ്യാപരിക്കുവിൻ, നിങ്ങൾ ആത്മാവിൽ ജീവിക്കുവിൻ, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുവിൻ. എല്ലാം ആത്മാവിൽ 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 നിരന്തരം പരിശുദ്ധ വചനം പറയാണ്, എല്ലാം ആത്മാവിൽ നിർവഹിക്കുക. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ ആരാധിക്കുക, ആത്മാവിൽ സംസാരിക്കുക, ആത്മാവിൽ മധ്യസ്ഥം വഹിക്കുക, ആത്മാവിൽ പ്രസംഗിക്കുക, ആത്മാവിൽ സ്നേഹിക്കുക. എത്ര മനോഹരമായ തിരുവചനങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ആത്മാവിലാകണമെങ്കിൽ നമ്മൾ പെന്തക്കോസ്തയുടെ അനുഭവത്തിൽ നിരന്തരം ജീവിക്കുന്നവരാകണം. പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ അനുഭവമാണ്. ഞാനും നിങ്ങളും വ്യക്തിപരമായി ആത്മാവിനെ കണ്ടുമുട്ടുമ്പോൾ, നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുമ്പോൾ, അവന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുമ്പോൾ, അവനിൽ ആശ്രയിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആഴമേറിയ ദൈവാനുഭവം, യെസ്, അത് പെന്തക്കോസ്തയുടെ അനുഭവമാണ്. നമ്മുടെ കർത്താവ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് പ്രകാരം പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 4-5 വചനങ്ങളാണ്. അവിടെ എന്താണ് കർത്താവ് പറഞ്ഞത്? അവൻ അവരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? കർത്താവ് കൽപ്പിക്കുകയാണ്. എല്ലാവരും ഈ വചനം ശ്രദ്ധിച്ച്. ശിഷ്യന്മാരും ഈശോയും ഭക്ഷണത്തിനിരിക്കുമ്പോൾ കർത്താവ് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം, അതാരാണ്? പരിശുദ്ധാത്മാവാണ്, നിങ്ങൾ കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകിയെന്നാൽ നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഇത് കർത്താവിന്റെ പ്രോമിസ് ആയിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, അപ്പോസ്തലന്മാർക്ക് എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായത്? ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മ അനുഭവത്തിൽ നമ്മുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും തൊഴിൽ മേഖലകളിലും ശുശ്രൂഷ മണ്ഡലങ്ങളിലെല്ലാം നമുക്ക് വ്യാപരിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോസ്തലന്മാർ ആദ്യ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങിയതുപോലെ, അവർ അതിനായി തങ്ങളെ തന്നെ ക്രമീകരിച്ചതുപോലെയുള്ള ഒരു ആത്മീയ ഒരുക്കം തന്നെയാണ് ഈ നാളുകളിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ഒന്നാമതായി അവർ എന്ത് ചെയ്തു? കർത്താവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്നാനമേൽക്കും. സ്പിരിറ്റ് ബാപ്റ്റിസം, ആത്മാവിന്റെ സ്നാനം ലഭിക്കുന്നു. ആത്മശക്തിയുടെ, ആത്മാഭിഷേകത്തിന്റെ അനുഭവമുള്ളവരായി ശിഷ്യന്മാർ മാറുകയാണ്. ഈ പ്രോമിസിൽ വിശ്വസിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ സംഭവിക്കട്ടെ, നമ്മൾ കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക, കർത്താവിന്റെ പ്രോമിസിൽ വിശ്വസിക്കുക. അതൊരിക്കലും മാറിപ്പോകാത്തതാണ്. പെന്തക്കോസ്ത് അനുഭവത്തിൽ നിരന്തരം ജീവിക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്, കർത്താവിന്റെ പ്രോമിസിൽ വിശ്വസിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:17 കാണാൻ പറ്റും. അവിടെ പത്രോസ്ലീഹ പറയുകയാണ്, കൊർന്നേലിയുസിന്റെ ഭവനത്തെ സമ്മേളിച്ചവരുടെ മേൽ വലിയ ആത്മാവിന്റെ വർഷമുണ്ടായി. അതെന്തുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത്? പത്രോസ്ലീഹ വിശദീകരിക്കുകയാണ്. നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് ലഭിച്ച അതേ ദാനം, അതായത് പരിശുദ്ധാത്മാവിനെ ദൈവം അവർക്കും നൽകി, അവർ യേശുവിൽ വിശ്വസിച്ചപ്പോൾ. ഒന്നാമത് വേണ്ടത് പൂർണ്ണമായ വിശ്വാസമാണ്. സംശയിക്കാതെ അവിശ്വസിക്കാതെ കർത്താവിന്റെ പ്രോമിസിൽ വിശ്വസിക്കുക, കർത്താവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുക, കർത്താവിന്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുക. അവർക്കാണ് പരിശുദ്ധാത്മ അനുഭവം ഉണ്ടാകുന്നത്. ഈ അനുഭവത്തിൽ നിരന്തരം ജീവിക്കാൻ കഴിയുന്നത്. ഇത് മറക്കരുത് സഹോദരങ്ങളെ. കർത്താവിന്റെ വചനം നമുക്ക് ചങ്കാണ്.
ഈ വചനത്തിൽ ഹൃദയം ഉറപ്പിച്ചോ. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൻ്റെ ആത്മാവാണ്. രണ്ടാമത് അവർ എന്ത് ചെയ്തു? കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:4 കണ്ടു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഇറ്റ്സ് എ കമാൻഡ്. കർത്താവ് അവരോട് കൽപ്പിച്ചു എന്ന തിരുവെഴുത്ത് പറയുന്നത്. സംസാരിക്കുകയല്ല, കൽപ്പിക്കുകയാണ്. അത് മാറ്റി നിർത്തുവാനോ അത് ഇല്ലാതാക്കാൻ പിന്നെ ആർക്ക് സാധിക്കില്ല. അനുസരിച്ചേ മതിയാകും. ശിഷ്യന്മാർ എന്ത് ചെയ്തു? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:12 അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കണം, ഏറ്റവും വലിയൊരു ക്രിമിനലിന് ലഭിക്കുന്ന ശിക്ഷ കർത്താവിനെ ജെറുസലേമിൽ ക്രൂശിച്ചു. കർത്താവിനെ ക്രൂശിച്ചു കൊല്ലുകയാണ്. സഹോദരങ്ങളെ, ഈശോ പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഇവർ വീണ്ടും ജെറുസലേമിലേക്ക് പോയാൽ ഇവരുടെ ജീവൻ അപകടത്തിലാകാം, ഇവർക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാം, ഇവർ അറസ്റ്റ് ചെയ്യപ്പെടാം, ജയിലിൽ അടയ്ക്കപ്പെടാം, കൊടിയ സഹനമുണ്ടാകാം, ഇവർക്ക് എന്തും സംഭവിക്കാം. വളരെ റിസ്ക് പിടിച്ച കാര്യമാണ്. അതിൽ ത്യാഗമുണ്ട്, സഹനമുണ്ട്, നഷ്ടപ്പെടലുണ്ട്, മുറിയപ്പെടലുണ്ട്, മാനസിക ശാരീരികമായ നൊമ്പലും വേദനയുണ്ട്. എന്നാൽ ഒരു കാര്യം തീരുമാനിച്ചു, എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഓ, എന്തൊരു ആഗ്രഹമാണിത്! ഞങ്ങൾക്ക് ആത്മശക്തി പ്രാപിക്കണം, ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കണം, ആത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കണം. സഹോദരങ്ങളെ, അതിനുവേണ്ടി അവർ വില കൊടുത്ത് കർത്താവിന്റെ വചനങ്ങൾ അനുസരിക്കുകയാണ്. അതിനായി ത്യാഗമെടുക്കുകയാണ്, സഹിക്കുകയാണ്, മുറിയപ്പെടുകയാണ്. പരിശുദ്ധാത്മ അനുഭവത്തിൽ നിരന്തരം ജീവിക്കണമെങ്കിൽ, പെന്തക്കോസ്തയുടെ തീ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കത്തി കത്തി ജ്വലിക്കണമെങ്കിൽ, സഹോദരങ്ങളെ, വില കൊടുത്ത് കർത്താവിന്റെ വചനങ്ങൾ അനുസരിക്കണം. അതിൽ നോ കോംപ്രമൈസ്. എന്തൊക്കെ സംഭവിച്ചാലും, സഹനോ ത്യാഗോ നഷ്ടപ്പെടലോ മുറിയപ്പെടലോ എന്തൊക്കെ ഏൽക്കേണ്ടി വന്നാലും വില കൊടുത്ത് വചനം അനുസരിക്കുക. അപ്പോസ്തല പ്രവർത്തനം 5:32 പറയുന്നു, ആർക്കാണ് ആത്മാവിനെ ലഭിക്കുന്നത്? ആരിലേക്കാണ് ദൈവം തന്റെ ആത്മാവിനെ വർഷിക്കുന്നത്? തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന തന്റെ പരിശുദ്ധാത്മാവ്. ഓ ജീസസ്, താൻ അനുസരിക്കുന്നവർക്കാണ് ദൈവം തന്റെ ആത്മാവിനെ വർഷിക്കുന്നത്. സഹോദരങ്ങളെ, പെന്തക്കോസ്ത് അനുഭവത്തിൽ നിരന്തരം ജീവിക്കണമെങ്കിൽ ഒബീഡിയൻസ്, കർത്താവിനോടും കർത്താവിന്റെ പരിശുദ്ധാത്മാവിനോടും ആത്മാവ് തരുന്ന പ്രേരണകളോട്, ആത്മാവിന്റെ സ്വരത്തോട് നമ്മൾ വിധേയത്വമുള്ളവരാകണം, അനുസരണമുള്ളവരാകണം. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, മൂന്നാമത് പ്രാർത്ഥനയാണ്. ഈ കാലഘട്ടത്തിൽ മറ്റെന്തിനേക്കാൾ ഉപരി സ്വർഗം നമ്മോട് ആവശ്യപ്പെടുന്നത് പ്രേ പ്രേ പ്രേ, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥനയുടെ കാലമാണ്. ഇത് വിലാപത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും നാളുകളാണ് സഹോദരങ്ങളെ. സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദമ്പതിമാർക്ക് വേണ്ടി, നമ്മുടെ വൈദികർക്ക് സമർപ്പിതർക്ക് വേണ്ടി കണ്ണുനീരോടെ മുട്ടുകുത്തി കരം പിരിച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാനും പരിഹാരം ചെയ്യുവാനുള്ള സമയമാണെന്ന് ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 1:14 വരിക. പരിശുദ്ധ അമ്മ മാതാവിന്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ സെഗിയോൻ മാളികയിൽ പ്രാർത്ഥിക്കുകയാണ്. മാർക്കോസിന്റെ മാളിക മുറിയിൽ അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ്. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മ അനുഭവം സ്വന്തമാക്കുക. അവരുടെ ദർശനവും അവരുടെ ആഗ്രഹം എന്തായിരുന്നു? ആത്മശക്തി പ്രാപിക്കുക, ആത്മാവിന്റെ അഭിഷേകത്തെ സ്വന്തമാക്കുക. മറ്റൊരു മോട്ടീവ് അവർക്കുണ്ടായിരുന്നില്ല, മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നില്ല. സഹോദരങ്ങൾ, ഇതിനു വേണ്ടി അവർ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയാണ്, മുഴുകിയിരിക്കുകയാണ്. ഏക മനസ്സോടെ അവർ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ആത്മാവിലേക്ക്, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, സഭയിലേക്ക് ആത്മാവിന്റെ ശക്തമായ വർഷമുണ്ടാകുന്നു. ഹല്ലേലൂയ. പെന്തക്കോസ്തയുടെ അനുഭവം നിരന്തരം നമുക്ക് അനുഭവിച്ച് ജീവിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയുടെ മനുഷ്യരാകണം. പ്രാർത്ഥനയുടെ ആത്മാവ് നമ്മളെ നയിക്കണം. പ്രാർത്ഥനയുടെ ആത്മാവ്.
പത്രോസ്ലീഹ പറയുന്നുണ്ട് സഭയോട്, താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4:7, എല്ലാറ്റിനെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. അപ്പൊ നമ്മൾ ആത്മാവിന്റെ നിറവിന് വേണ്ടി, ആത്മശക്തിക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരെല്ലാം ആത്മാവിൽ നിറയണം സഹോദരങ്ങളെ. അവരെക്കുറിച്ചുള്ള ഭാരങ്ങൾ നമ്മുടെ മാറിപ്പോ. എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം പരിശുദ്ധാത്മാവാണ്. നമ്മുടെ കുടുംബങ്ങളും സഭയും സമൂഹവും നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കുള്ള ഉത്തരം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്, അഭിഷേകമാണ്, അവന്റെ സാന്നിധ്യമാണ്, അവന്റെ ശക്തിയുടെ അനുഭവമാണ്. സഹോദരങ്ങളെ, ഇതിനു വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ ആയിരങ്ങൾ സഭയിൽ ഉണരണം, കുടുംബങ്ങളിൽ ഉണരണം, സമൂഹങ്ങളിൽ അനേകർ എഴുന്നേൽക്കണം. എന്തിനു വേണ്ടി? സഭയിൽ ഒരു പുതിയ പെന്തക്കോസ്ത ഉണ്ടാകുവാൻ, ഒരു പുതിയ പെന്തക്കോസ്തയുടെ തീക്കാറ്റ് നമ്മുടെ സമൂഹങ്ങളിൽ ആഞ്ഞു വീശുവാൻ, ഈ അഭിഷേക നിറവിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുവാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ട സമയം. 4-മതായി ഐക്യതയാണ് സഹോദരങ്ങളെ. അപ്പോസ്തല പ്രവർത്തനം 2:1, പെന്തക്കോസ്ത ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക, ഒരു മനസ്സോടെ. അപ്പോസ്തല പ്രവർത്തനം 14 കണ്ടു, ഏക മനസ്സോടെ. എവിടെ ഐക്യമുണ്ടോ, സ്നേഹമുണ്ടോ, കൂട്ടായ്മയുണ്ടോ, അവിടെ പെന്തക്കോസ്ത അനുഭവമുണ്ട്, അവിടെ ആത്മാവിന്റെ വ്യാപനമുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ സഭയിൽ ഈ ഐക്യത്തിന് അനുഭവം ഉണ്ടാവണം. നമുക്ക് ആരോടും പരിഭവങ്ങൾ വേണ്ട, ആരോടും മാത്സര്യം വേണ്ട, വെറുപ്പ് വേണ്ട, വൈരാഗ്യം വേണ്ട, നീരസങ്ങൾ വേണ്ട. ഇതെല്ലാം ആത്മാവിന്റെ സാന്നിധ്യത്തെ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയും. ദാവീദ് പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുതേ, ആത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുതേ. ഈ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉയരട്ടെ സഹോദരങ്ങളെ, ഐക്യതയോടെ. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? അപ്പോസ്തല പ്രവൃത്തി 2:4, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഈ ഒരു അനുഭവത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച്, കർത്താവിൻ്റെ വചനങ്ങളെ വില കൊടുത്ത് അനുസരിച്ച്, പ്രാർത്ഥനയുടെ ആത്മാവിൽ വ്യാപരിച്ച് ഐക്യതയോടെ നമുക്കൊന്നിച്ചു വളരാം. അവിടെയാണ് പെന്തക്കോസ്തയുടെ അനുഭവം ഉണ്ടാവുന്നത്, പരിശുദ്ധാത്മ നടത്തിപ്പുണ്ടാകുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തെയും, നമ്മുടെ കുടുംബങ്ങളെയും, സമൂഹങ്ങളെയും, നമ്മുടെ സഭയെയും, ലോകം മുഴുവനെയും പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് അതിന്മേലെല്ലാം ആത്മാവിൻ്റെ തീ കത്തിപ്പടരുവാൻ, റുഹായുടെ കാറ്റ് വീശി അടിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും, നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും, നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ.